പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ 15-ാം അധ്യായത്തിൽ ആസയ്ക്ക് പ്രവാചകന്റെ ഒരു മുന്നറിയിപ്പ് ഇങ്ങനെയാണ്: ദൈവത്തോട് അടുത്തു ചെന്നാൽ ദൈവം നിന്റെ അടുക്കൽ വന്ന് നിന്നെ സഹായിക്കും. ഇത് രാജാവിൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു ദൈവപ്രവൃത്തി അനുഭവിക്കുവാൻ രാജാവിന് ഇടയാക്കിയതാണ്. ദൈവത്തെ അനുസരിക്കുന്ന ഒരു രാജാവിൻ്റെ വലിയൊരു അനുഭവം നമുക്ക് കാണാൻ കഴിയും. 2 ദിനവൃത്താന്തത്തിൽ 14-ാം അധ്യായത്തിൽ 2 മുതലുള്ള വചനഭാഗത്ത് ആസ തൻ്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദവും ഹിതവും ആയുള്ളത് ചെയ്തു. അവൻ അന്യദേവന്മാരുടെ ബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കിക്കളഞ്ഞു, സ്തംഭവിഗ്രഹങ്ങൾ ഉടച്ചു, അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞു. യഹൂദയോടും അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് അന്വേഷിക്കുവാനും ന്യായപ്രമാണവും കൽപ്പനയും ആചരിച്ച് നടക്കുവാനും കൽപ്പിച്ചു. ദൈവത്തെ യഥാർത്ഥമായി അനുഭവിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് രാജാവ് തൻ്റെ പ്രജകളോട് പറഞ്ഞ് അവർക്ക് കൽപ്പന കൊടുക്കുന്നതാ കാണാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തെ അനുസരിക്കുന്ന രാജാവിന് 10 വർഷക്കാലം നല്ല വിശ്രമത്തോടു കൂടിയുള്ള ഒരു രാജഭരണം ചെയ്യുവാൻ ദൈവം ഇടയാക്കി. ആ രാജ്യത്തെ മുഴുവനും സംരക്ഷിക്കുവാനും രാജ്യത്തിന് ചുറ്റുമതിൽ കിട്ടുവാനും ശത്രുക്കൾ കടന്നു വരാത്ത വണ്ണം പരിപാലിക്കുവാനും ഇടവന്നെങ്കിൽ എന്തുകൊണ്ടാണ്? ദൈവത്തോട് അടുത്ത് ചെന്നാൽ ദൈവം നമുക്ക് വേണ്ടി കാവലൊരുക്കും, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അവിടെ യുദ്ധങ്ങൾ ചെയ്താൽ യഹൂദയെയും ബെന്യാമീനെയും ഒന്നിപ്പിച്ചുകൊണ്ട് രാജാവ് അധികം ആളുള്ള രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പോയാലും അവിടെയാ ഒരു ദൈവപ്രവൃത്തിയെ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവം യുദ്ധം ചെയ്താൽ അവിടെ വിജയം ഉറപ്പാ. പ്രിയമുള്ളവരെ, നമുക്കറിയാം, മോശ അന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ ദൈവമാണ് ഇടപെട്ട് യുദ്ധത്തിൽ ജയം കൊടുക്കുന്നത്. ദൈവമാണ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ, ദൈവം എൻ്റെ പക്ഷത്തെങ്കിൽ ആരാണ് എനിക്ക് എതിര് നിൽക്കുക? ആർക്കും പറ്റുകയില്ല എതിര് നിൽക്കാൻ. പുതിയ നിയമത്തിൽ യാക്കോബിന്റെ ലേഖനത്തിൽ ദൈവത്തോടൊന്ന് അടുത്ത് ചെന്നാൽ ദൈവം നിന്റെ അടുത്തേക്ക് ഓടി വരും. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. രാജാവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, ഇന്ന് നിനക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഒരു ദൈവമില്ലേ? അവൻ പ്രവർത്തിക്കും. പ്രിയമുള്ളവരെ, ഈ പ്രവർത്തിക്കുന്ന ദൈവത്തെ മോശ ദൈവത്തെ കണ്ടു, അടുത്തു ചെന്നു. മോശയോട് ദൈവം സംസാരിച്ചു. മോശയുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവഹിതപ്രകാരമായി. അബ്രഹാമിനോ ദൈവമായിട്ട് ഭയങ്കര ബന്ധമുണ്ടായിരുന്നു. ദൈവത്തോട് സംസാരിച്ചു. ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നു. ഞാൻ പറയാം, പഴയ നിയമത്തിൽ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം മരണം കൂടാതെ അവനെ എടുത്തുകൊണ്ടുപോയി. ദൈവത്തോട് കൂടെ ജീവിക്കാനുള്ള ഒരു പ്രഭാതം ഇന്ന് തന്നെങ്കിൽ
അത് നമ്മൾ കളയരുത്, അനുഗ്രഹമായിരിക്കണം. ഈ വചനം നിങ്ങൾ ഓർക്കണം. ഒരു രാജ്യത്തെ വിശ്വസ്തയോടെ ഭരിക്കുവാൻ രാജാവിനെ നിയോഗിച്ച് ദൈവം ആ രാജ്യത്തെ ഒരുക്കിയെങ്കിൽ ഇന്നൊരു ഭവനത്തെ നിയന്ത്രിക്കുവാൻ കുടുംബത്തിലുള്ള നാഥയെയും ദൈവം ഒരുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തോട് കൂടെ നീ ജീവിക്കുന്നുവെന്ന്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ, സമാധാനം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ, ഒരു അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ജീവിത സാഹചര്യത്തിലാണെങ്കിൽ ഇന്ന് പരാജയങ്ങൾ മുഴുവനും നമുക്ക് മുന്നിൽ വഴിമാറിപ്പോകും. നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ജീവിത പങ്കാളി, കുടുംബത്തിലുള്ളവരെല്ലാം ദൈവം നോക്കിക്കൊള്ളും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വചനപ്രകാരം നിന്റെ കൂടെ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുവാനും നടത്തുവാനും ഇടയാക്കിയെങ്കിൽ ഇന്ന് നിന്റെ വചനം എൻ്റെ പരാജയങ്ങളെയും എൻ്റെ വിഷമതകളെയും മാറ്റി കർത്താവിൻ്റെ ഹിതമനുസരിച്ചും അങ്ങയോട് ചേർന്ന് ജീവിക്കാനുള്ള വരം എനിക്കിന്ന് തന്നെ ബലപ്പെടുത്തണം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.